അപ്പോൾ എല്ലാവർക്കും എൻ്റെ മിനി വ്ളോഗിലേക്ക് സ്വാഗതം. ഞാനും അച്ഛനും അമ്മയും കൂടെ, അതായത് ഞങ്ങൾ നിലമ്പൂരുകാരാണ്. ലക്നൗ നിന്ന് ബാംഗ്ലൂർക്ക് പോകുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ഇത്. അങ്ങനെ നമ്മൾ ലക്നൗ എയർപോർട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ് കേട്ടോ. ഫസ്റ്റ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് തുടങ്ങിയത് കേട്ടോ. നമ്മൾ എയർപോർട്ടിൽ കുറച്ച് നേരത്തെ എത്തി. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ അവിടെ നിന്ന് തന്നെ കഴിച്ചു, എയർപോർട്ടിൽ നിന്ന് തന്നെ കഴിച്ചിട്ടാണ് നമ്മൾ തുടങ്ങുന്നത്. എൻ്റെ അച്ഛൻ ഭയങ്കര തിരക്ക് പിടിച്ച മനുഷ്യനാണ്. അച്ഛൻ വെറുതെ ഇരിക്കണമെന്ന് ഞാൻ കണ്ടിട്ടേ ഇല്ല. എൻ്റെ അമ്മയാണെങ്കിലും ഒരു ബ്യൂട്ടീഷ്യനും, അപ്പോൾ അതിൻ്റെ ഉള്ളത് കാണിക്കണമല്ലോ. അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ നമുക്ക് നമ്മളെ ഫ്ലൈറ്റ് കേരള ടൈമായിട്ടോ. പിന്നെ എടുത്ത് പറയാനാണെങ്കിൽ അച്ഛൻ്റെ അമ്മേൻ്റെയും മൂന്നാമത്തെ ഫ്ലൈറ്റാണ്. ഫ്ലൈറ്റ് കയറാനുള്ള എക്സൈറ്റ്മെൻറ്റ് അവരുടെ മുഖത്ത് നോക്കിയാൽ മനസ്സിലാവുമല്ലോ. പിന്നെ പറയണം, അച്ഛനാണെങ്കിൽ കയറാൻ പോണ ഫ്ലൈറ്റ് കണ്ടിട്ട് അങ്ങോട്ട് നടന്നിട്ടവിടെ നീങ്ങണില്ല. ഫ്ലൈറ്റിനുള്ളിൽ എത്തിയപ്പോൾ ചടപട്ടെ നോക്കി കണ്ടുപിടിക്കും. ഇങ്ങനെ ഒറ്റയ്ക്ക് വരുമ്പോൾ അങ്ങനെ തന്നെ പഠിക്കാം. അങ്ങനെ ഞാൻ അച്ഛനമ്മയ്ക്ക് ഒരു ടാസ്ക് കൊടുത്തതാ, സ്വന്തം സീറ്റ് ഒന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. സൈഡുകളല്ല ഞാൻ അമ്മ അങ്ങനെ സൈഡ് സീറ്റ് കയ്യേറി, അച്ഛൻ മിഡിലോ ഇരുന്നു. പിന്നെ എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ലല്ലോ. ഇല്ല, ഇത് പറഞ്ഞിട്ടൊന്നല്ല കേട്ടോ. പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ അച്ഛനും അമ്മയ്ക്കും പറഞ്ഞു കൊടുത്തു. AC കൂടും കുറയും. നിങ്ങൾക്ക് ലൈറ്റ് ആണെന്നുണ്ടെങ്കിൽ ഫ്ലൈറ്റ് എടുക്കാനായിട്ടോ. അച്ഛൻ്റെ പേടി നമുക്ക് മുഖത്ത് കാണാം, പക്ഷെ അമ്മേൻ്റെ മുഖം കണ്ടറിയാം. അമ്മ പേടിച്ചിട്ടുണ്ടെങ്കിലും പുറത്തത് കാണിക്കണില്ല. അങ്ങനെ നമ്മളെ ഫ്ലൈറ്റ് മെല്ലെ മെല്ലെ പൊങ്ങി തുടങ്ങിട്ടോ. പിന്നെ ആകാശം എന്നുള്ള കാഴ്ചയാണെങ്കിലോ അടിപൊളി കാഴ്ചകളും. പിന്നെ നൈസായിട്ട് ഇരുന്നിട്ട് അച്ഛന് പേടിയുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ. കുറച്ച് നേരത്തെ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ ലാൻഡ് ചെയ്യാൻ പോകട്ടോ ബാംഗ്ലൂരിൽ. ഫ്ലൈറ്റ് കയറിയ എക്സൈറ്റ്മെൻറ്റ് എന്തായാലും അച്ഛനും അമ്മയ്ക്കും ലാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. നമ്മൾ എത്തി ഏകദേശം വൈകുന്നേരം ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അച്ഛനും അമ്മയ്ക്കും ചായ കുടിക്കാനുള്ള ഒരു ആഗ്രഹമുണ്ട്. ഒന്നും നോക്കിയില്ല, നമ്മൾ അവിടുത്തെ ഒരു കഫേയിൽ കയറി. അവിടെ ആണെങ്കിലോ ഒടുക്കത്തെ റേറ്റും. അങ്ങനെ ചായയുടെ കഴിഞ്ഞിട്ട് ഞാനും അമ്മയും കൂടി എന്ത് ചെയ്തു, ഒന്ന് നടക്കാനിറങ്ങി. നല്ല പോയിട്ട് അങ്ങനെ ഒരുപാട് നേരം നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷമാണ് നമുക്ക് അടുത്ത ഫ്ലൈറ്റ്, അതായത് 8 hours നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ട് ബാംഗ്ലൂർ എയർപോർട്ടിൽ. അപ്പോൾ വീഡിയോ ഇതുവരെ ക്ഷമയോടെ കണ്ട എല്ലാവർക്കും ഞാൻ എൻ്റെ നന്ദി ഇവിടെ അറിയിക്കുകയാണ് കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു ഓൺ ദി നെക്സ്റ്റ് വീഡിയോ.